ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകാൻ പാകിസ്ഥാൻ നീക്കങ്ങൾ തുടങ്ങി. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെത്തി ബോംബുകൾ വർഷിച്ചു. കാശ്മീരിന്റെ സ്ഥിതിഗതികൾ രൂക്ഷമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ സർക്കാർ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതിന് ശേഷമാണ് കാശ്മീരിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ പ്രവേശിച്ചത്. അതിനിടെ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വിമാനം തകർന്നു വീണ് 2 സൈനികർ രക്തസാക്ഷികളായി. ഇതിന്റെ കാരണം വ്യക്തമല്ല. 3 പാക് വിമാനങ്ങളാണ് കാശ്മീരിൽ കടന്നുകയറി ആക്രമണം നടത്തിയത്. അതിർത്തിയിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുകയാണ്. ശക്തമായ യുദ്ധം തുടങ്ങുമോ എന്ന ആശങ്കയിലാണ്. കാശ്മീരിലെ രജൌരി ജില്ലയിലുള്ള നനാശേരിയിലാണ് പാക് സൈന്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ കടന്നുകയറിയത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ഈ വേളയിൽ പാക് സൈനിക വിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുകയായിരുന്നു. ഇന്ത്യക്ക് സർപ്രൈസ് നൽകുമെന്ന് പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ പറഞ്ഞിരുന്നു. പൂഞ്ചിലും പാകിസ്ഥാൻ സൈന്യം കടന്നുകയറാൻ ശ്രമിച്ചു. ബോംബുകൾ വർഷിക്കുകയും ചെയ്തു. അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചതിന് സൈന്യം ശക്തമായി തിരിച്ചടിയും നൽകി. 5 പാക് സൈനിക പുരകൾ നശിപ്പിക്കുകയും ചെയ്തു. കാശ്മീരിലെ ബദ്ഗാമിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണു. സാങ്കേതിക തകരാറാണ് വിമാനം തകരാൻ കാരണമെന്ന് സൈന്യം പറയുന്നു. പൈലറ്റും സഹപൈലറ്റും കൊല്ലപ്പെട്ടു. തകർന്നു വീണ ഉടനെ വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ത്യൻ സൈന്യം ശക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വ്യോമ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ വിമാനം പറക്കുകയാണെങ്കിൽ വെടിവെച്ചിടും. അതേസമയം പാകിസ്ഥാൻ അതിർത്തി ലംഘിച്ചു കടന്ന 2 ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നും 1 പൈലറ്റിനെ അറസ്റ്റ് ചെയ്തു എന്നും പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നു. വെടിവെച്ചിട്ട വിമാനങ്ങളിൽ 1 ഇന്ത്യയിലും മറ്റേത് പാകിസ്ഥാനിലുമാണ് വീണതെന്ന് സൈന്യം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.